അപ്പോൾ ഇൻവിസിബിൾ മാലയ്ക്ക് ആവശ്യമായ മേക്കിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഗിയർ വയർ ആണ്. നമുക്ക് മാല കോർത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗിയർ വയർ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ഗിയർ വയർ ആണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം മാലയ്ക്ക് ഇറക്കം ആവശ്യമുണ്ട് എന്നതനുസരിച്ച് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക. ഗിയർ വയർ സിൽവർ കളറിലും കോപ്പർ കളറിലും ഒക്കെ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഗിയർ വയറും പെൻഡന്റും തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇൻവിസിബിൾ മാലയ്ക്ക് ആവശ്യമായിട്ടുള്ള പെൻഡന്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൻഡന്റ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുക. ഞാൻ ദാ ഈ സ്റ്റാർ ഷേപ്പുള്ള ഒരു പെൻഡന്റ് ഇതിനായിട്ട് ചൂസ് ചെയ്യുകയാണ്. ഞാൻ ഈ മാല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് എടുത്തിട്ടുള്ള പെൻഡന്റ് 7 എണ്ണമാണ്. ഇനി മാല ഉണ്ടാക്കുമ്പോൾ പെൻഡന്റിന്റെ ഇരുവശത്തുമായി ചേർത്ത് കൊടുക്കാനുള്ള മെറ്റൽ ബോൾസ് ആണിത്. ഗോൾഡൻ മെറ്റൽ ബോൾസ് ആണ്. ഇത് 4 mm മെറ്റൽ ബോൾസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിലുള്ള 3 mm മെറ്റൽ ബോൾസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പെൻഡന്റുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കളറിലുള്ള ബീഡ്സ് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 4 mm ഗോൾഡ് മെറ്റൽ ബോൾസ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇൻവിസിബിൾ മാലയുടെ ഡെക്കറേഷനായിട്ട് ചേർക്കാൻ പറ്റിയ മറ്റൊരു മെറ്റീരിയലാണ് ഈ സ്റ്റോൺ ബോൾസ്, ഗോൾഡൻ സ്റ്റോൺ ബോൾസ്. ഇത് നമുക്ക് ഗ്യാപ്പ് ഇട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. വേണമെങ്കിൽ ഇതിന് ഇരുവശവുമായിട്ട് നമുക്ക് ചെറിയ മെറ്റൽ ബോൾസ്, ഗോൾഡൻ മെറ്റൽ ബോൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 mm ഒക്കെ മെറ്റൽ ബോൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇൻവിസിബിൾ ചെയിനിലേക്ക് നമുക്ക് മേക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ് ലോറിയൽ ബീഡ്സ്. ഇതുപോലെയുള്ള ലോറിയൽ ബീഡ്സ് ഇതുപോലത്തെ ലോട്ടസ് പെൻഡന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഹാങ്ങിങ് ആയിട്ടൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെയുള്ളത് ബാക്ക് ഹുക്കാണ്. ഇത് ലോബ്സ്റ്റർ ഹുക്കാണ്. അതുപോലെ തന്നെ ജംറിങ്ങും ഉണ്ട്. ഇതാണ് നമ്മൾ ബാക്കിൽ ഹുക്കായിട്ട് ഉപയോഗിക്കുന്നത്. ലോബ്സ്റ്റർ ഹുക്ക് അല്ലാതെ നമുക്ക് ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയിൻ കൂടെ വരുന്ന ഹുക്കുമുണ്ട്, സാധാ ഹുക്കുണ്ട്. ഇതിങ്ങനെ എക്സ്റ്റൻഷൻ വരുന്ന ഹുക്കാണിത്. പിന്നെ വരുന്നതാണ് എസ് ഷേപ്പ് ഹുക്ക്. നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ലോബ്സ്റ്റർ ഹുക്കിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. പിന്നെയുള്ളതാണ് ജംറിങ്. ജംറിങ് ഇവിടെ യൂസ് ചെയ്യുന്നത് ബാക്ക് ഹുക്ക് കണക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ ചില കേസിൽ നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്ങുകളൊക്കെ തൂക്കാനായിട്ടും ജംറിങ് ഉപയോഗിക്കാം. ഞാൻ മുമ്പത്തെ കേസ് പറഞ്ഞ ഈ ലോട്ടസ് പെൻഡന്റിലൊക്കെ നമുക്ക് ലോറിയൽ ബീഡ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ജംറിങ്ങിലോട്ട് ലോറിയൽ ബീഡ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെൻഡന്റിലേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ കാണിക്കുന്നത് എക്സ്റ്റൻഷൻ ചെയിൻ ആണ്. ഈ എക്സ്റ്റൻഷൻ ചെയിൻ നമുക്ക് ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ജംറിങ്ങിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മാലയുടെ ഇറക്കം കയറ്റിയോ കുറിച്ചോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ജംറിങ്ങിലേക്ക് കണക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഗിയർ വയറിലേക്ക് ഈ എക്സ്റ്റൻഷൻ ചെയിൻ കണക്ട് ചെയ്ത് ലോക്ക് ചെയ്തിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇതാണ് ഗിയർ ലോക്ക്. ഈ ഗിയർ ലോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പെൻഡന്റ്, ബീഡ്സ്, ബാക്ക് ഹുക്ക് ഇതെല്ലാം ലോക്ക് ചെയ്യുന്നത്. ഇനിയുള്ളത് നമ്മൾ ഈ മേക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആണ്. ഇത് പ്രസ്സിംഗ് പ്ലെയർ ആണ്, ഗിയർ ലോക്കൊക്കെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കട്ടിംഗ് പ്ലെയർ ആണ്, ഗിയർ വയറൊക്കെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻവിസിബിൾ ചെയിൻ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിനനുസരിച്ച് ഞാൻ ഗിയർ വയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ മാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ 7 പെൻഡൻ്റാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർ ഷേപ്പിലുള്ള 7 പെൻഡൻ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഗിയർ വയറിലേക്ക് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പെൻഡന്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം പെൻഡന്റിന്റെ ഇരുവശത്തേക്കും ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ 4 mm ഗോൾഡ് മെറ്റൽ ബോൾസ് ആണ് എടുത്തിരിക്കുന്നത്. മെറ്റൽ ബോൾസ് ഇരുവശത്തേക്കും ചേർത്ത് കൊടുക്കുന്നു.
അതിനുശേഷം ഇരുവശത്തേക്കുമായി ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. ഓരോ ഗിയർ ലോക്കും ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പെൻഡൻറ്റിനെയും ബീഡ്സിനെയും മാലയുടെ കറക്റ്റ് സെൻട്രൽ കൊണ്ടുവന്നതിന് ശേഷം ഇരുവശത്തുമുള്ള ഗിയർ ലോക്കിനെ പ്രസ്സിംഗ് പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നു. ഇവിടെ നിന്നും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ലെവൽ ഗിയർ ലോക്ക് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്യുകയാണ്. ഇതേപോലെ മാലയുടെ മറുവശത്തും ഒരേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്യുന്നു. ഇരുവശത്തുമുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് പെൻഡലിൽ നിന്നും ഗിയർ ലോക്കിലേക്കുള്ള ഡിസ്റ്റൻസ് ഇരുവശത്തെയും സെയിം ആയിരിക്കണം. സെക്കൻഡ് ലെവൽ ഗിയർ ലോക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെവലിൻ്റെ സെയിം ഡിസ്റ്റൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഇരുവശത്തും ഒരുപോലെ തന്നെ ആയിരിക്കണം. ഇത് എല്ലാ ലെവലിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഇരുവശത്തുമുള്ള ഗിയർ ലോക്കിനെ ലോക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ മെറ്റൽ ബോൾസ് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പെൻഡൻറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും മെറ്റൽ ബോൾസിനെ ആഡ് ചെയ്ത് ശേഷം ഗിയർ ലോക്കും ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇരുവശത്തും ചെയ്യുന്നു. ഇതേ സെയിം ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ അടുത്തടുത്ത ലെവലുകളും ചെയ്തെടുക്കുന്നു. ഞാൻ എല്ലാ ലെവൽസും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഹുക്ക് ചെയ്യാം. ബാക്ക് ഹുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ലോബ്സ്റ്റർ ഹുക്കും ഒരു ജംറിങ്ങും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് ചെയ്യാനായി 2 ഗിയർ ലോക്കും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി 2 ഗിയർ ലോക്കിനെ നമ്മൾ ഗിയർ വയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലോബ്സ്റ്റർ ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഗിയർ വയറിൻ്റെ അറ്റം നമ്മൾ ഗിയർ ലോക്കിനുള്ളിലൂടെ കടത്തിയെടുക്കുന്നു. അതിനുശേഷം നന്നായി ടൈറ്റ് ചെയ്ത് ഗിയർ ലോക്കിനെ ലോബ്സ്റ്റർ ഹുക്കിന് അടുത്തേക്ക് അടുപ്പിച്ചതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുന്നു.
എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗിയർ വയറിനെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതാ ഈ ഒരു വശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ജംപ് റിംഗ് ഉപയോഗിച്ച് മറുവശവും ചെയ്തെടുക്കുന്നു. ഈ വശത്ത് ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മാലയൊന്ന് ജസ്റ്റ് ഇതുപോലെ മാലയൊന്ന് വലിച്ച് കറക്റ്റ് ആക്കണം. ഇരുവശത്തെയും ലെങ്ത് കറക്റ്റ് ആക്കണം. അതിനുശേഷം വേണം ഗിയർ ലോക്ക് ചെയ്ത് കൊടുക്കാൻ. ഈ ഗിയർ വയർ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഗിയർ ലോക്കിനെ ജംപ് റിങ്ങിനോട്ട് ചേർത്ത് നിർത്തിയതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.